ഈ തഖ്വ നശിച്ചു പോവാതിരിക്കാൻ, തഖ്വ നിലനിർത്തിക്കൊണ്ടുപോകാൻ ഉലമാക്കൾ പറയാൻ ഒരു 5 മെഡിസിൻസാണ് നിങ്ങൾക്കതിലുള്ളത്, 5 മരുന്നുകളാണ്. അത് നിങ്ങളിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നിങ്ങളിൽ ഒരിക്കലും ഇതിൻ്റെ ചൈതന്യങ്ങളെ തകർന്നു പോവില്ല. ഒന്നെന്തെന്നറിയോ? തിലാവത്തുൽ ഖുർആൻ ബിതദബ്ബുരിൽ മഅനാ. തിലാവത്തുൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ പാരായണങ്ങൾ ഉണ്ടാവണേ. ബിതദബ്ബുരിൽ മഅനാ, അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുവന്ന പാരായണങ്ങൾ ഉണ്ടാവുക. 3 രീതിയിലൂടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങളാവാൻ നമുക്ക്. ഒന്ന്, ഖുർആന് സ്വമേധയാ ഒന്നുമറിയാതെ വായിക്കാൻ മാത്രം അറിയുന്ന രീതിയിൽ ഓതുന്ന ആളുകളുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. ഒരു ഹർഫിന് 10 നന്മയാണ്. അത് 10 നന്മ റമദാനിന് മുമ്പാണെങ്കിൽ, റമദാനിൽ വീണ്ടും അതിന്റെ 700 കൊണ്ട് ഗുണിക്കലാണെങ്കിൽ, പ്രിയമുള്ളവര് 3,23,000-ലധികം വരുന്ന ഹർഫുകളാണ് ഒരു തവണ ഖത്മ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യുന്നതെങ്കിൽ എത്ര പുണ്യമാണ്. തീർക്കാത്ത ആളുകൾ ഇനിയുള്ള ദിവസം ശ്രദ്ധ കാണിക്കുക. അപ്പം അങ്ങനെയുള്ള പാരായണം റമദാൻ കഴിഞ്ഞാലും ആ റമദാനെ തുടർത്തിക്കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ മറ്റൊരു പാരായണ ശൈലി, ആ ഖുർആൻ ഓതുന്നു ബിതദബ്ബുരിൽ മഅന, ആശയങ്ങൾ ഉൾക്കൊണ്ട്. അപ്പം നമ്മുടെ മനസ്സിൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാവും, വലിയ വിഷമങ്ങൾക്ക് സമാധാനം നൽകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്ന അല്ലാഹുവിന്റെ ഖുർആനാണ്. ആശയങ്ങൾ കിട്ടുമ്പോൾ ഒരു മാറ്റത്തിന്റെ ചിന്തയുണ്ടാകും. ഞാൻ ആ ഭാഗത്തേക്ക് വിശാലമായിട്ടൊന്നും പറയണില്ല. വിഷയങ്ങൾ ആലോചിച്ചൊക്കെ എല്ലാം കൂടെ പഠിക്കാൻ ഒരൊറ്റ സഹാബിയുടെ സന്ദർഭം മതി. ദാറുൻ നദവയുടെ ഏകത്വങ്ങളിൽ നിന്ന് മുഹമ്മദിന്റെ തലയെടുക്കുന്നവന് 200 ഒട്ടകങ്ങളെ സമ്മാനമായി നൽകാന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇറങ്ങി തിരിച്ചൊരു സഹാബിയുണ്ട്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ നോക്കേ, അദ്ദേഹം ഖുർആൻ കൊണ്ട് മാറിയില്ലേ? എങ്ങനെ മാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്ത് റസൂലിന്റെ പേരിൽ പിന്നെ വാളൂരുന്നത്, എൻ്റെ റസൂൽ വഫാത്തായി എന്ന് പറഞ്ഞാൽ അവൻ്റെ തല ഞാൻ വെക്കില്ല എന്ന് പറഞ്ഞിട്ടാണ്. എൻ്റെ മുത്തുനബി വഫാത്തായിട്ടില്ല, കണ്ടില്ലേ, ഉറങ്ങിക്കിടക്കുകയാ. മൂസ അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയ പോലെ പോയതാണെന്ന് സങ്കടപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ പരിവർത്തനം ഉണ്ടാക്കിയ ഖുർആൻ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ? ഇനി റസൂലുള്ളാഹിന്റെ തലയെടുത്ത് 200 ഒട്ടകത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ 20 ഭൗതിക സാമ്രാജ്യങ്ങളും ഒരാത്മീയ സാമ്രാജ്യവും തൻ്റെ കാൽക്കീഴിലൂടെ അടക്കി ഭരിക്കുമ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു 14 തുണ്ടം വെച്ച കമീസുമായിട്ടാണ് മിമ്പറിൽ കയറുന്നത്. അദ്ദേഹത്തിന് വേറെ ഇല്ലായിരുന്നു. ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോല് വാങ്ങാൻ ഖലീഫ ഉമറിനോട് ഈ 14 തുണ്ടം വെച്ച കമീസ് മാറ്റി മനോഹരമായ കമീസ് ധരിക്കണമെന്ന് പറയാൻ ആർക്കും അവിടെ ധൈര്യമില്ല. കൂട്ടുകാരൻ അലി റളിയല്ലാഹു അൻഹു പിന്മാറി. ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും കൂടെ കടന്നു ചെല്ലുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നിലത്ത് കിടക്കുന്നുണ്ട്. ഇവരെ കണ്ടപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റുന്നു. അവർ വിഷയം ഇങ്ങനെ ധരിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഉമ്മ, ഒരു വിരിപ്പില്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ റസൂലിൻ്റെ ശരീരം ഈത്തപ്പന മട്ടലിൻ്റെ അടയാളം വീണിട്ടുണ്ട് ഉമ്മ. ജീവിതത്തിൽ ഒരിക്കൽ പോലും എൻ്റെ പ്രവാചകൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒട്ടിയ വയറുമായിട്ടാ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. ആ റസൂലുള്ളാഹിന്റെ അനുയായിയായ ഉമർ കടം വാങ്ങി വസ്ത്രം ധരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ മാറ്റമുണ്ടാക്കിയത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനാൻ. മക്കളെ കുഴിച്ചു മൂടിയിരുന്നവർ മാറിയില്ലേ? മദ്യം ഉപയോഗിച്ചിരുന്നവർ തെരുവിലേക്ക് കുഴിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായില്ലേ? ആ ഖുർആൻ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, സമാധാനങ്ങൾ നൽകും, ആശ്വാസങ്ങൾ നൽകും. അതുകൊണ്ട് തുടർത്തിക്കൊണ്ടുപോകാൻ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഉണ്ടാവുക. ഒരു ഭാഗത്ത് അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുക, മറ്റൊരു പാരായണം ഹിഫ്ളിന് പാരായണം ചെയ്യലാൻ. അങ്ങനെ നമുക്ക് ഇതുവരെ പഠിച്ചതൊക്കെ നമ്മളൊന്ന് പാരായണം ചെയ്ത് നോക്കി, ആശയങ്ങൾ വെച്ച് കുറച്ച് ഭാഗം പാരായണം ചെയ്ത് നോക്കി, അള്ളാഹിൻ്റെ ഖുർആനിൻ്റെ പാരായണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഈ റമദാൻ ചെയ്തതുപോലെ റമദാനിലുള്ളതും അല്ലാഹ് കബൂൽ ചെയ്യണം. കാരണം എന്താണ്? നാളെ അള്ളാഹിൻ്റെ കോടതിയിൽ ഈ ഖുർആൻ നമുക്ക് വേണ്ടി സാക്ഷി പറയണം. അല്ലാഹ് മനാച്ചുഹുന്നവും, അവൻ്റെ ഉറക്കം ഞാൻ തടഞ്ഞിട്ടുണ്ട്, അവൻ ഉറക്കമൊഴിച്ചത് എന്നെ പാരായണം ചെയ്യാനാ. അതുകൊണ്ട് ഈ മനുഷ്യന്റെ വിഷയത്തിൽ എൻ്റെ ശുപാർശ സ്വീകരിക്കണേ അല്ലാ എന്ന് ഖുർആൻ പറയുന്നു. പ്രിയമുള്ളവര്, റമദാനിൽ ഖുർആൻ നമ്മൾ കൈപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവസാനിക്കുന്നില്ല. ഇവിടെ നിന്നങ്ങോട്ട് ഖുർആൻ ഉണ്ടാവണേ. രണ്ടാമതായി ഉലമാക്കളെ മെഡിസിൻ പറഞ്ഞത് കാലി വയറുകൾ ഉണ്ടാവലാണ്. കാലി വയറുകൾ എന്ന് പറഞ്ഞാൽ ഫർദിന്റെ നോമ്പാണ് റമദാനോട് അവസാനിക്കുന്നതെങ്കിൽ അള്ളാന്റെ മുത്ത് റസൂൽ പറയാണ്, ആര് ശവ്വാലിൽ നിന്നുള്ള നോമ്പുകൾ ആര് അനുഷ്ഠിക്കുന്നുവോ, ശവ്വാലിൽ നിന്നുള്ള 6 നോമ്പുകൾ എടുക്കുന്നുവോ, അതിനോട് തുടർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞോ 1 വർഷക്കാലം മുഴുവൻ നോമ്പെടുത്ത കൂലി അള്ളാഹു നൽകുന്നതാണ്.
ഒരു വർഷക്കാലം മുഴുവൻ നോമ്പെടുത്ത കൂലിയാണ്. അതിന് ഉലമാക്കൾ ഇങ്ങനെ 10 ഇരട്ടിയായി വർണ്ണിച്ചുകൊണ്ട് ഏറ്റവും മിനിമം 360 കണക്ക് പറയുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് നോമ്പനുഷ്ഠിക്കാം. സുന്നത്ത് നോമ്പുകൾ പതിവായി കൊണ്ടുപോകുന്നത് തിങ്കളും വ്യാഴവും നമ്മളുടെ മുമ്പിലൂടെ കടന്നു വരുമ്പോ, അതുപോലെ തന്നെ എല്ലാ മാസങ്ങളിലെ 13, 14, 15 കടന്നു വരുമ്പോ, ഷവ്വാലിന്റെ 6 ദിവസങ്ങൾ കടന്നു വരുമ്പോ, മുഹറം 9, 10 ദിനരാത്രങ്ങൾ കടന്നു വരുമ്പോ, പ്രിയമുള്ളവരെ, ധാരാളമായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നത് ഈ ഒരു തഖ്വ നശിക്കാതെ പിന്തുടർന്നു പോകാനുള്ള വഴികളാണ്. മൂന്നാമത് പറഞ്ഞു ഖിയാമുൽ ലൈൽ, രാത്രികളുടെ അന്തിരാത്രികളിലൂടെയുള്ള നമസ്കാരങ്ങളാണ്. കൈപിടിച്ച് നടത്താൻ പഠിപ്പിക്കുന്നത് പോലെ ജമാഅത്തായി തറാവീഹുകൾ നമ്മൾ ശീലിക്കുന്നുവെങ്കിൽ, അവസാന 10കളിൽ അതിന്റെ രാത്രി സമയങ്ങൾ നമ്മൾ എഴുന്നേറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഈ റമദാൻ വിട പറയുന്നതോടുകൂടെ അവസാനിക്കാനില്ല. പ്രിയമുള്ളവരെ, ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രിയുടെ അവസാനമാണെങ്കിൽ അത്താഴ സമയങ്ങളിലൂടെ എണീറ്റ് ശീലമുള്ളവരാ നമ്മൾ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമസ്കാരം ഫർള് കഴിഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത്, അഫ്ദലുസ് സ്വലാത്തി ബഅദൽ ഫരീള, ഫർള് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരങ്ങൾ അതിന്റെ രാത്രിയുടെ നമസ്കാരങ്ങളാണ്. രാത്രി നമസ്കാരങ്ങളാണ് ഇനി അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത്. അഹബ്ബുദ്ദീൻ, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള മതം അത് എത്ര ചുരുങ്ങിയാലും പതിവാക്കുന്നതാണ്. എന്നും 11 പറ്റുമോ 11 നിലനിർത്തി പോകാൻ, ഒന്നും കഴിയാത്തവരോടൊരു 3 പതിവാക്കാൻ. സൂറത്തുൽ അലയും കാഫിറൂനും ഇഖ്ലാസും ഓതി പതിവായി 3 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന് ഇഷ്ടമാണ്. നമ്മളുടെ തഖ്വ ചോർന്നു പോകാതിരിക്കാനാണ്. അതുപോലെ അത്താഴ സമയങ്ങളിൽ അല്ലാഹുവിനോട് കേണപേക്ഷിച്ച് പറയലാണ്. പ്രിയമുള്ളവരെ, കാരണം എന്താണെന്നറിയോ? നേരത്തെ സൂചിപ്പിച്ചില്ലയോ, അള്ളാഹു അത്താഴത്തിന്റെ സമയമില്ലയോ, രാത്രിയുടെ 3-1 അള്ളാഹു 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയങ്ങളില് അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യാൻ, അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ, കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാൻ, പാപങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ, ഇത് നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ ഇൻഷാ അല്ലാഹ് റമദാനിന്റെ ചൈതന്യം നമ്മളിൽ നിന്ന് അവസാനിക്കുന്നില്ല. ആ റമദാനിനെ തുടർത്തിക്കൊണ്ടു പോകാൻ നമുക്ക് സാധ്യമാകുന്നത്, തഖ്വ മുന്നോട്ട് നയിക്കാൻ സാധ്യമാകുന്നത് അത്താഴ സമയങ്ങളിൽ എണീറ്റോ, അല്ലാഹുവിനോട് പറഞ്ഞോ, ഖിയാമുൽ ലൈലിനെ പതിവാക്കിക്കോ. 5-ാമത്തെ കാര്യം പറഞ്ഞത് സജ്ജനങ്ങളുടെ കൂടെ കൂടിയിരിക്കലാണ്, നല്ല ആളുകളോടുള്ള സഹവാസമാണ്. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരാൾ അയാളുടെ മിത്രത്തിന്റെ മതത്തിലാ. നല്ല സ്വഭാവമുള്ള സാലിഹീങ്ങളോട് ഇടകലർന്ന് ജീവിക്കുമ്പോ, അവരുടെ സൽഗുണങ്ങൾ ഉണ്ടാകുമ്പോ, ദഅവാ സംരംഭങ്ങളിൽ, പ്രബോധനങ്ങളിൽ, ദീനിന്റെ സേവനങ്ങളിൽ കൂട്ടം കൂടമായി സംഘമായി പ്രവർത്തിക്കുമ്പോ അൽഹംദുലില്ലാഹ് നല്ലതല്ലാതെ സംഗമിക്കാനില്ല. എന്നാൽ ചീത്ത കൂട്ടുകെട്ടുകളാണോ, മോശം ആളുകളാണോ, അത്തരം ആളുകളോടുള്ള സഹവാസങ്ങൾ തിന്മകൾക്കുള്ള പ്രചോദനമാണെങ്കിൽ തഖ്വ നശിക്കാതിരിക്കാൻ നല്ല ആളുകളോട് കൂട്ടുകൂടണമെന്നാണ് അള്ളാന്റെ മുത്തുനബിയോട് പോലും അല്ലാഹ് പറഞ്ഞത്. സൂറത്തുൽ കഹ്ഫിലൂടെ കാണാ, രാവും പകലും അള്ളാഹിനോട് തേടുന്ന സ്വാലിഹീങ്ങളോട് കൂടെയാണ് സഹവസിക്കാനുള്ളത്. അള്ളാഹിന്റെ വജ് ഉദ്ദേശിക്കുന്ന ആളുകളുടെ കൂടെ അങ്ങനെ നല്ലൊരു സഹവാസം. ഒന്നുകൂടെ ഞാൻ ഈ 5 കാര്യങ്ങളൊന്നുകൂടെ പറയാൻ. ഒന്ന്, ഖുർആനിന്റെ ആശയം മനസ്സിലാക്കിയുള്ള പാരായണങ്ങൾ ഉണ്ടാവുക. രണ്ടാമത്തത്, സുന്നത്ത് നോമ്പുകൾ തുടർത്തിക്കൊണ്ടു പോവാൻ, ഐച്ഛികമായ നോമ്പുകളെ നമുക്ക് ഈ തഖ്വങ്ങനെ നിലനിന്ന് പോവാൻ. മൂന്നാമത്തത്, രാത്രിയിലുള്ള നമസ്കാരങ്ങളെ അത്താഴ സമയങ്ങളിലൊക്കെ എണീച്ച് ശീലിച്ച് നമ്മൾ അതേസമയം അള്ളാഹിനോട് കേണ് പറയുന്ന, താഴ്മയായി ചോദിക്കുന്ന, കണ്ടോ, അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ നമ്മളിൽ ഉണ്ടാവുക. 5-ാമത്തെ വിഷയം, നല്ല ആളുകളോടുള്ള സഹവാസങ്ങൾ, കൂട്ടുകൂടലുകൾ, നല്ല ആളുകളോടായി തീരാൻ നമ്മൾ ശ്രദ്ധിക്കുക.